நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ 3-ാം അധ്യായത്തിലേക്കാണ് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ശിവദർശനം ലഭിക്കുമ്പോൾ മാണിക്യവാചകർക്കുണ്ടായ അനുഭൂതികളെയാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. സാക്ഷാൽ ശിവൻ തൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ കൺകുളിർക്ക് ശിവഭഗവാനെ കാണുകയും ഹൃദയത്തിൽ ശിവവിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ഉടലിനും ഉയിരിനുമുണ്ടാകുന്ന പരിവർത്തനങ്ങളെക്കുറിച്ചിട്ടാണ് ഇനി മാണിക്യവാചകർ നമ്മളോട് വിവരിക്കുന്നത്. ശിവദർശനം ലഭിച്ച മാത്രയിൽ തന്നെ അത് നമ്മുടെ ശരീരത്തെ ആകമാനം മാറ്റത്തിനും പരിവർത്തനത്തിനും വിധേയമാക്കാം. ശരീരത്തിനെ മാത്രമല്ല മനസ്സിനെയും അതാകെ മാറ്റത്തിന് വിധേയമാക്കും. അപ്പോഴുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പരിവർത്തനങ്ങളെക്കുറിച്ചിട്ട് മാണിക്യവാചകസ്വാമി നമ്മളോട് സത്യസന്ധമായി വിവരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ശിവദർശനം ലഭിച്ച മാത്രയിൽ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന പരിവർത്തനങ്ങൾ, ആ മഹാപരിവർത്തനത്തിൻ്റെ ഓരോരോ ഇതളുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ് മാണിക്യവാചകർ. നോക്കൂ. ഒളിയുടെയോനാം എന്നുടെ ഈശൻ ഇന്നെനിക്ക് എളുതിൽ അരുളിയോൻ പോറ്റി. ഒളിയുടയവനായ പ്രകാശപൂർണനായ ശിവഭഗവാൻ എനിക്ക് വളരെ പെട്ടെന്ന് ശിവദർശനം നൽകി. അങ്ങനെയുള്ള മഹാപോറ്റി, അങ്ങയുടെ ദർശനം കിട്ടിയ മാത്രയിൽ തന്നെ എന്നുടൽ നിർമ്മലമാക്കി. എൻ്റെ പോറ്റി ആ ദർശനം കൊണ്ട് തന്നെ എൻ്റെ ഉടൽ നിർമ്മലമാക്കി മാറ്റി. എൻ്റെ ശരീരത്തെ ആകെ നിർമ്മലമാക്കി മാറ്റി, മാലിന്യമില്ലാതാക്കി മാറ്റി. അതായത് 3 മലങ്ങളും, ആണവം, കർമ്മം, മായ എന്ന 3 മലങ്ങളും അതേപോലെ അവിദ്യയും ഒരൊറ്റ നിമിഷം കൊണ്ട്, ഞൊടിയിട കൊണ്ട് പരിപൂർണമായി എന്നിൽ നിന്ന് മാറിക്കിട്ടി. അങ്ങനെ എൻ്റെ ഉടൽ നിർമ്മലമായി, എൻ്റെ ഉടൽ പരിശുദ്ധമായി തീർന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തെ പരിശുദ്ധമാക്കാൻ ശിവദർശനം കൊണ്ട് കഴിയും. ഇത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതായത് ഏത് ശരീരത്തിൻ്റെ രോഗത്തെയും മാറ്റാൻ ശിവഭക്തിക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ശിവദർശനത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശിവദർശനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളെയും മാറ്റിക്കിട്ടും. അപ്പോൾ നിരന്തര ശിവഭജനം കൊണ്ട് ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ, ശിവനെ കാണാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ ഏത് മഹാരോഗങ്ങളും ഞൊടിയിട കൊണ്ട് മാറിക്കിട്ടും. എന്നിട്ട് ശരീരം അത്യന്തം നിർമ്മലമായി തീരും. നിർമ്മലമായ ശരീരത്തിൽ ഒരിക്കലും രോഗാണുക്കൾ ബാധിക്കുകയില്ല. അപ്പോൾ ഏത് മഹാരോഗത്തെയും മാറ്റിത്തരാൻ അല്ലയോ ഭഗവാൻ അവിടുത്തെ ദർശനം കൊണ്ട് കഴിയും എന്നാണ് പറയുന്നത്. ഇത് മാണിക്യവാചകർ സ്വന്തം അനുഭൂതിയിൽ നിന്നാണ് വിവരിക്കുന്നത്. അപ്പോൾ ശിവദർശനം കൊണ്ട് തന്നെ, അതായത് ശിവപൂജ കൊണ്ട് തന്നെ ഒരാൾക്ക് ശിവദർശനം ലഭിക്കും. അങ്ങനെ ശിവദർശനം ആർക്കാണോ ലഭിക്കുന്നത് അയാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഒരു രോഗവും ശരീരത്തിലുണ്ടാകില്ല. ഇതാണ് ഉറപ്പ് പറയുന്നത്. അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് ശരീരത്തെ ബാധിക്കുകയുമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടെങ്കിലും, രോഗങ്ങൾ വന്നു ഭവിച്ചാലും ആ രോഗങ്ങളൊന്നും ആ ഭക്തനെ ബാധിക്കേയില്ല. താമരയിലെ വെള്ളത്തുള്ളി പോലെ ആ രോഗം ഒരുപക്ഷെ ശരീരത്തിൽ വന്നാലും അതിൻ്റെ അസുഖങ്ങളും അസ്ഥിരതകളും ഒന്നും തന്നെ ബാധിക്കുകയില്ല.
പിന്നെ നോക്കൂ, എന്നുടൽ നിർമ്മലമാക്കിയോൻ പോറ്റി, ഊറ്റായി ഉള്ളിൽ ആനന്ദമേകിയോൻ പോറ്റി. അതാണ് ഉടലിൽ വരുന്ന മറ്റൊരു പ്രത്യേകത. ശിവദർശനം കിട്ടുന്ന മാത്രയിൽ തന്നെ ഊറ്റായി ഉള്ളിൽ ആനന്ദമേകും. ആനന്ദത്തിൻ്റെ വലിയ പ്രവാഹത്തിൻ്റെ ഊറ്റുറവ പൊട്ടിപ്പുറപ്പെടും. നാം കിണറുകളൊക്കെ കുഴിക്കുമ്പോൾ അറിയാൻ പറ്റും. കിണർ കുഴിച്ച് ചെല്ലുമ്പോൾ അവസാനം ഊറ്റുറവയിൽ നിന്ന് ജലം പ്രവഹിക്കുന്ന കാഴ്ച നാം കാണുന്നു. അപ്പോൾ കിണറിലെ വെള്ളം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കുളത്തിലെ വെള്ളം കിട്ടാൻ വേണ്ടി നാം കുളമോ കിണറോ കുഴിക്കുമ്പോൾ, അങ്ങനെ കുഴിച്ച് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ഊറ്റുറവ തുറന്നു കിട്ടും. അതിലൂടെ ജലത്തിൻ്റെ ഒരു മഹാപ്രവാഹമുണ്ടാകും. അതേപോലെ എൻ്റെ മനസ്സിൽ ഊറ്റുറവയായി എവിടെ നിന്ന് എന്തു വരുന്നു? ഉള്ളിൽ ആനന്ദപ്രവാഹമുണ്ടാകുന്നു. ഉള്ളു കുഴിച്ച് ചെല്ലുമ്പോൾ ശിവഭക്തിയാകുന്ന ആ പ്രക്രിയ തുടരുമ്പോൾ ആ ഉള്ളിൽ നിന്ന് ഊറ്റുറവയായി ആനന്ദം പ്രവഹിക്കുന്നു. പിന്നെ ശരീരമാകെ ആനന്ദ ജലം നിറഞ്ഞ് ആനന്ദമാകുന്ന മഹാസമുദ്രത്തിൽ മുങ്ങിക്കുളിക്കാനുള്ള അവസരം ശിവഭക്തന് ലഭിക്കുന്നു. തീരാതൊരു ഇമ്പം തലതല്ലുമ്പോൾ, അങ്ങനെ തീരാതൊരിമ്പം തലതല്ലുമ്പോൾ താങ്ങാത്തൊരിയുടെ താങ്ങാനാകാ. കണ്ടോ? അങ്ങനെ തീരാത്തൊരിമ്പം, അതോടെ എന്നിൽ സ്നേഹം, ഇമ്പം നിറയുകയാണ്, തലതല്ലുകയാണ്. എൻ്റെ ഹൃദയത്തിൽ സ്നേഹമാകുന്ന മഹാപ്രവാഹം തലതല്ലുമ്പോൾ താങ്ങാത്തൊരിയുടൽ, അത് ഉടലിന് താങ്ങാനാവുന്നില്ല. ആ ഇമ്പത്തിൻ്റെ മഹാപ്രവാഹത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ ആ ഇമ്പത്തെ മുഴുവൻ താങ്ങാൻ എൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ശരീരത്തേക്കാൾ 1000 ഇരട്ടി ഇമ്പം സ്നേഹത്തിൻ്റെ പ്രവാഹത്തിലാണ് ഞാൻ മുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ആ പ്രവാഹത്തിൽ താങ്ങാൻ പോലും എൻ്റെ ശരീരത്തിനാവുന്നില്ല. അപ്പോൾ ശരീരത്തിന് താങ്ങാനാവാത്തത്ര ഇമ്പം, സ്നേഹം എന്നിൽ, അല്ലയോ ഭഗവാൻ, അങ്ങയുടെ ദർശനം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. തീരാത്തൊരിമ്പം തലതല്ലുമ്പോൾ താങ്ങാത്തൊരിയുടെ താങ്ങാനാകാ. മരതകുന്നും മാണിക്യക്കുന്നും മിന്നലിനൊപ്പം പൊന്നുളി ചേർന്നിട്ട് ഒന്നായി തിളങ്ങിടുന്നേൻ. അപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്താണ്? മരതകുന്നും മാണിക്യക്കുന്നും മിന്നലിനൊപ്പം പൊന്നുളി പോൽ ഉയർന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഹൃദയം ഇപ്പോൾ എന്തായിരിക്കുന്നു? സ്നേഹത്തിൻ്റെ മരതകുന്നായിരിക്കുന്നു, അനുഗ്രഹത്തിൻ്റെ മാണിക്യക്കുന്നായിരിക്കുന്നു. അപ്പോൾ ശിവാനുഗ്രഹത്താൽ എൻ്റെ ഹൃദയം ഇപ്പോൾ സ്നേഹം കൊണ്ട്, അതിൻ്റെ ആധിക്യത്താൽ എന്തായി മാറി? മരതകുന്നും മാണിക്യക്കുന്നുമായി മാറി. അപ്പോൾ ഞാനാകെ മരതകുന്നായി മാറി. ശിവദർശനത്താൽ ഞാനിപ്പോൾ ഒരു മരതകുന്നായി മാറി, മാണിക്യക്കുന്നായി മാറി. ഈ മഹാ അത്ഭുതത്തെ വാക്കുകളിലൂടെ മാണിക്യവാചകർ അവതരിപ്പിക്കുകയാണ്. മരതകുന്നും മാണിക്യക്കുന്നുമായി ഞാൻ മാറി. അപ്പോൾ ശിവസാധകൻ ഇപ്പോൾ മാണിക്യക്കുന്നായി മാറുകയാണ്, സ്നേഹത്തിൻ്റെ മാണിക്യക്കുന്നായി മാറുകയാണ്. അതേപോലെ അനുഗ്രഹത്തിൻ്റെ, ശിവാനുഗ്രഹത്തിൻ്റെ മരതകുന്നായി മാറുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ സ്നേഹത്തിൻ്റെയും അതേപോലെ ശിവാനുഗ്രഹത്തിൻ്റെയും മാണിക്യമരതകുന്നുകളായി
താൻ രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ശരീരം, ഒരു നശ്വരമായ ശരീരം ശിവദർശനത്താൽ തന്നെ അനശ്വരമായ മാണിക്യക്കുന്നായി, മരതകക്കുന്നായി പരിവർത്തനപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന മഹാപരിവർത്തനത്തെ ഇവിടെ കവി രണ്ട് അലങ്കാരങ്ങളിലൂടെയാണ് ചിത്രീകരിക്കുന്നത്, രണ്ട് പ്രതീകങ്ങളിലൂടെയാണ് ചിത്രീകരിക്കുന്നത്. മാണിക്യക്കുന്നായി മാറി, സ്നേഹത്തിൻ്റെ മാണിക്യക്കുന്നായി മാറി ഞാൻ. അതേപോലെ തന്നെ ശിവാനുഗ്രഹത്തിൻ്റെ മരതകക്കുന്നായി ഞാൻ മാറി. അതുപോലെ കാരുണ്യത്തിൻ്റെ മഹാകുന്നായി ഞാൻ മാറി. അങ്ങനെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അരുളിൻ്റെയും മഹാകുന്നായി, മാണിക്യക്കുന്നായി, മരതകുന്നായി, സ്വർണ്ണക്കുന്നായി ഞാനിതാ മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട്, ശിവദർശനം കൊണ്ട് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഉണ്ടാകുന്ന മഹാപരിവർത്തനത്തെ മാണിക്യക്കുന്നായി കൽപ്പന ചെയ്തുകൊണ്ട്, മരതകക്കുന്നായി കൽപ്പന ചെയ്തുകൊണ്ട് ആ മഹാപരിവർത്തനത്തെ നമ്മുടെ മുമ്പിൽ കവി ഇവിടെ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശരീരവും മനസ്സും മാണിക്യക്കുന്നും മരതകക്കുന്നുമായി പരിവർത്തനപ്പെട്ടു. കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മഹാ അനുഗ്രഹത്തിൻ്റെ മാണിക്യക്കുന്നായി ഞാനിതാ മാറിയിരിക്കുന്നു. പിന്നെ നോക്കൂ, ദിശകൾ തോറും തേടുന്നോരിൽ നിന്നും കാണാതൊളിച്ചിരുന്നിടും. ദിശകൾ തോറും എല്ലാ സ്ഥലത്തും ശിവനെ തേടി തേടി നടന്നിട്ടും പലർക്കും ശിവനെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കിതാ ശിവദർശനം ലഭിച്ചിരിക്കുന്നു. നാൻമറി അറിവോരിൽ നിന്നൊളിച്ചു നിൽക്കുന്നു. നാൻമറ, നല്ല വേദങ്ങളിലും ആഗമങ്ങളിലും തിരഞ്ഞു തിരിഞ്ഞ് ശിവനെ കാണാൻ വേണ്ടി കാത്തിരുന്നവർക്ക് പോലും ശിവദർശനം ലഭിച്ചിട്ടില്ല. അപ്പം നോക്കൂ, എല്ലാ ദിക്കിലും ശിവനെ നിരന്തരം അന്വേഷിച്ച് നടന്നവർക്ക്, അതേപോലെ തന്നെ മറകളെല്ലാം, വേദങ്ങളും ആഗമങ്ങളുമെല്ലാം സൂക്ഷ്മമായി പഠിച്ചവർക്ക് പോലും ശിവദർശനം ലഭിക്കാൻ പ്രയാസമാണ്. പിന്നെ നാൻമറ അറിവോരിൽ നിന്നൊളിച്ചു നിൽക്കുന്നു. പിന്നെ ഈ തന്ത്രത്താൽ കാണാമെന്നോർക്കാ തന്ത്രത്തിൽ കാണാതൊളിച്ചിരിക്കുന്നു. തന്ത്രങ്ങൾ മുഴുവനും, ഓരോരോ തന്ത്രങ്ങൾ, അനേകം തന്ത്രങ്ങൾ പഠിച്ചിട്ടും ആ തന്ത്രങ്ങളിലൊന്നും ശിവനെ കാണാൻ കഴിഞ്ഞില്ല. ഒരുപാട് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഈ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളും മന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളും എല്ലാം പഠിച്ചിട്ടും ശിവനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. വെറുപ്പില്ലാതെ മുറുകെ പുണരോരുടെ മുന്നിൽ ആണായി തളിയായി സുന്ദരിയാകും നാരീമണിയാൽ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തുകൊണ്ടും ആഹാരാദികളേതുമന്യേ മലകൾക്കിടയിൽ പാതി ഉയരാൻ തപസ് ചെയ്ത് മുനിവരന്മാർക്കും കാണാനാവാതൊളിച്ചിരിക്കുന്നു. അപ്പോൾ മുനിമാർക്ക് പോലും കാണാൻ കഴിയുന്നില്ല. എങ്ങനെയുള്ള മുനിമാരെന്ന് നോക്കൂ. ഇന്ദ്രിയ നിഗ്രഹം ചെയ്തുകൊണ്ട്, ആഹാരാദികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, മലകൾക്കിടയിൽ പാതിയുതിരായി തൻ്റെ ജീവനെ പോലും ത്യജിച്ചുകൊണ്ട് തപസ് ചെയ്യുന്ന മുനിവരന്മാർക്ക് പോലും അല്ലയോ ഭഗവാൻ അങ്ങയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മഹാതപസ്സികൾക്ക് പോലും ശിവദർശനം അപ്രാപ്യമാണ്. അങ്ങനെ നിതാന്തമായ തപസ് ചെയ്ത്, ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത്, ആഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച്, ഉപവാസമനുഷ്ഠിച്ച് ജീവിക്കുന്ന, എല്ലാം ത്യജിച്ച് ശിവഭജനത്തിൽ മുഴുകിക്കഴിയുന്നവർക്ക് പോലും ശിവനെ കണ്ടെത്താൻ പ്രയാസമാണ്. അത്രയേറെ ദുർലഭനായ ഭഗവാന്റെ ദർശനം ഇതാ എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ പെരുന്തുറയിൽ ഭഗവാൻ എൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എങ്ങനെ മുന്നിൽ വന്നത്? ആണായി അലിയായി സുന്ദരിയാകും നാരീമണിയാൽ. ആണായും പെണ്ണായും അലിയായി നപുംസകമായും, അതായത് ലിംഗങ്ങൾക്കെല്ലാം അപ്പുറം
സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും നപുംസലിംഗത്തിനുമെല്ലാം അപ്പുറം നിൽക്കുന്ന ഭഗവാൻ ഇതാ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മലകൾക്കിടയിൽ പാതിയുയിരായി തപസ് ചെയ്യും മുനിവരന്മാർക്ക് പോലും കാണാതെ ഒളിച്ചിരിക്കുന്ന ആ മൂലപ്പൊരുളിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. മൂലപ്പൊരുളായ ഒന്നേയുള്ളൂ. ആ മൂലപ്പൊരുളിനെ ഞാനിതാ എൻ്റെ മുന്നിൽ ദർശിച്ചിരിക്കുന്നു. എന്നറിയാത്തവർക്ക് അദൃശ്യനായും പണ്ടണഞ്ഞോർക്ക് ഇന്ന് അണഞ്ഞോർക്കും ഒളിച്ചിരിക്കും ചോരനെ കണ്ട് ഞാൻ. എല്ലാവരുടെ മുമ്പിലും ഒളിഞ്ഞിരിക്കുന്ന ആ ചോരനെ, ആ കള്ളനെ ഞാനിതാ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെ മുമ്പിലും ഒളിഞ്ഞിരിക്കുന്ന ആ കള്ളനെ ഞാനിപ്പോൾ ഇതാ കണ്ടെത്തിയിരിക്കുന്നു, എൻ്റെ മുന്നിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ ഹൃദയമാകുന്ന കാരാഗ്രഹത്തിൽ ആ കള്ളനെ ഞാൻ ബന്ധിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ ഹൃദയമാകുന്ന കാരാഗ്രഹത്തിൽ ശിവനെ ഞാൻ ബന്ധിച്ചിരിക്കുന്നു, ആ കള്ളനെ ഞാൻ പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ബന്ധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ അഷ്ടാവക്ര ഗീതയിലും ജനകമഹർഷി പറയുന്നുണ്ട്, ഞാൻ ആ കള്ളനെ പിടിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ശിവഭഗവാൻ, ഒളിഞ്ഞിരിക്കുന്ന ശിവഭഗവാനെ ഞാൻ കണ്ടെത്തേക്ക്. കുട്ടികൾ കളിക്കുന്ന കളിയില്ലേ, കള്ളനും പോലീസും ഒക്കെ ആയിട്ട് കളിക്കുന്നില്ലേ, അതേപോലെ ഒളിഞ്ഞിരിക്കുന്ന കള്ളനെ ഞാനിതാ പിടിച്ച് എൻ്റെ ഹൃദയമാകുന്ന കാരാഗ്രഹത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ എന്നിൽ നിന്നിനി ശിവൻ ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല. 24 മണിക്കൂറും ശിവദർശനത്താൽ ഞാൻ ധന്യരിൽ വച്ച് ധന്യനായി. മഹാതപസ്സികൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ആ ശിവഭഗവാന്റെ ദർശനത്താൽ ഞാൻ മാണിക്യക്കുന്നായി, മരതകക്കുന്നായി പരിവർത്തനപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഉടലും അതേപോലെ ഉയിരുമെല്ലാം തന്നെ ഇന്ന് സ്നേഹത്തിൻ്റെ മാണിക്യക്കുന്നായി, അനുകമ്പയുടെ കാരുണ്യത്തിൻ്റെ മരതകക്കുന്നായി ശോഭിക്കുന്നു. അങ്ങനെ ശിവൻ്റെ അരുളാൽ ഞാനിന്ന് ധന്യരിൽ വച്ച് ധന്യനായി. ഞാൻ ശിവനായി തന്നെ പരിവർത്തനപ്പെട്ട് കഴിഞ്ഞു. എൻ്റെ ശരീരവും മനസ്സും ശിവനായി തന്നെ മാറിയിരിക്കുന്നു. എൻ്റെ ഉടലും ഉയിരും എല്ലാം തന്നെ ശിവനായി തീർന്നിരിക്കുന്നു. ആ ശിവഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഓം ശിവായ നമഃ.